ഹലോ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു മാസത്തേക്ക് മസ്കറ്റിലേക്ക് എത്തിയ ഞാൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. കൂടാതെ 2016 എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണിത്. ഞാനും കുഞ്ഞേച്ചിയും ദുഗുമോനും ആമിമോളും കൂടിയാണ് പോകുന്നത്. ഒമാൻ എയറാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. സോ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. അവർ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആദ്യമേ തന്നു. എടുത്തു പറയേണ്ടത് ഈ മനുഷ്യനെയാണ്. പറയേണ്ട കാര്യം തന്നെയില്ല, ആ ചിരിയിലുണ്ട് എല്ലാം. വളരെ നല്ല സർവീസാണ് ഒമാൻ എയർ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ കൂൾ ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ജേണി തന്നെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആമിമോള് ഇതാ നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കയറിയപ്പോൾ മുതലേ നല്ല കളിയായിരുന്നു. ദെൻ അതിനുശേഷം എത്തിയിട്ടുണ്ട്. ദുഗുമോൻ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കിട്ടിയപ്പോൾ അവിടെ അത് കുടിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് നമ്മളുടെ ഐറ്റംസ്. ഞാൻ ആദ്യം എന്തായാലും ആ ബിസ്ക്കറ്റിലങ്ങ് തുടങ്ങി. നമുക്ക് 3 ഹവേഴ്സിൻ്റെ ജേണി ഉണ്ട്. സത്യം പറയാമല്ലോ, ബോറടിക്കുമ്പോൾ ഫുഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സോ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ്റെ ഫേവറേറ്റ്സ് വീഡിയോ ഒക്കെ കണ്ട് കഴിക്കുകയാണ്. ആമി മോൾക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആളെല്ലാം ഒന്ന് എടുത്തു നോക്കി അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്ന തിരക്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ അതിനുശേഷം ദുഗുമാൻ ഫുഡൊക്കെ കഴിച്ചെന്ന് ഉറങ്ങി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട പാട്ടായ ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ യാത്രയിൽ എന്നെ വളരെ വണ്ടടിപ്പിച്ചൊരു കാര്യം ഇതാണ്. എന്തൊരു ഭംഗിയാലേ. ഇറ്റ് വാസ് ലൈക്ക് എ ഹെവൻ ആൻഡ് വി വർ ഇൻ ദ ഏഞ്ചൽസ് ഫ്ലൈയിങ് അറൗണ്ട് ഇറ്റ്. അങ്ങനെയാണ് തോന്നിയത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ദെൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ നാട്ടിലെത്തിയപ്പം. അതിനുശേഷം ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ലഗേജൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങളിങ്ങനെ ആമിമോളെ അതിലൊക്കെ വെച്ച് അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ നാട്ടിലെത്തിയ സന്തോഷം. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് അമ്മയും ഡാഡിയും നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ കുഞ്ഞേച്ചി ആമിമോളെ ഒരു പൂച്ചക്കുട്ടീനെ പോലെ അതിൽ വെച്ച് ഞാൻ ദുഗുമോനെയും കൂട്ടി ഞങ്ങളിങ്ങനെ പോവാണ്. ആമിമോളെ ഇരിക്കുന്നുണ്ടല്ലേ, ഒരു പൂച്ചക്കുഞ്ഞി ഇരിക്കുന്ന പോലെ അല്ലേ. അങ്ങനെ അമ്മയും ഡാഡിയും പുറത്തുണ്ട്. അവരെ കണ്ടു. ഞാൻ അമ്മ എപ്പോഴും കളിയാക്കും. പേരക്കുട്ടികളെ കണ്ട പിന്നെ ഞങ്ങളൊന്നും മൈൻഡില്ല. അത് കണ്ടില്ലേ, രണ്ടാളെയും കയ്യിലാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഡാഡി പിന്നെ ലഗേജൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ വീട് എത്താറായി. വീടെത്തി. വീട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും എല്ലാം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.